ഹായ്. അപ്പൊ നമ്മളിന്ന് എവിടെയാണെന്നറിയോ? നമ്മളിന്ന് ചേച്ചിയുടെ അടുത്താണ് കേട്ടാ. എന്റെ ചേച്ചീനെ ആരും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാണ് എന്റെ മൂത്ത ചേച്ചി. അപ്പൊ ഇതാരാന്നറിയോ? കണ്ടിട്ടുണ്ടാവില്ലേ? ഇതാണ് നമ്മുടെ മൂത്ത പുത്രി കേട്ടാ. വേറെ എന്തെങ്കിലും പറയണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ നമ്മള് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അരിയാണ്. അപ്പൊ ഇവിടുത്തെ പൂരാണ് ഗൈസ്, അതാണ് എല്ലാരും കൂടിയേക്കണത്. അപ്പൊ നമുക്ക് ഇനി പൂരത്തിന്റെ വിശേഷമായിട്ട് വരാട്ടോ. ഞങ്ങളവിടെ വെറുതെ ചളിയും പറഞ്ഞ് നിന്നിട്ട് സാലഡിനുള്ളതൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിറ വന്നു കേട്ടോ. അപ്പോൾ ചേച്ചി വിളക്കൊക്കെ വെച്ച് അതിനെ സ്വീകരിച്ചു. പിന്നെ കുഞ്ഞു പൈസയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ചു കേട്ടോ. അവർ വെള്ളം കുടിക്കാനൊന്ന് കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് കൊട്ടി നോക്കിയിട്ടോ കുഞ്ഞു. അപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് പിന്നെ പൂരപ്പറമ്പിലേക്ക് പോവാം. ഈ തിറയും പൂതനൊക്കെ കെട്ടി ഒരുങ്ങണ സ്ഥലമുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ആദ്യം മുതലേ കാണാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വേഗം ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കിയിട്ടാണ്. ഫുഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. വെയിലത്ത് വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ അമ്മാമ്മയുടെ മറുപടി കേട്ടാ അത്. അങ്ങനെ ഫുഡും കഴിച്ച് പൂരം കാണാൻ ഇറങ്ങിയിട്ടാ. എല്ലാവരും വെറും കൈയോടെ ഇറങ്ങിയപ്പോൾ ഞാനൊരു ബാഗായിട്ട് ഇറങ്ങിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ കുട്ടുകൂടെ ഉണ്ടല്ലോ, കൊടയും വെള്ളം കുപ്പിയും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. പോണ വഴിയിലെല്ലാം കാളേനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. അപ്പം ഞങ്ങൾ നടന്നു പോകുമ്പോൾ മുന്നിൽ പോണവരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറയണ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ് ഇട്ടേക്കണേ എന്നുള്ളത്. വലിയേട്ടനെ കണ്ടതും കുട്ടു പിന്നെ വലിയേട്ടൻ്റെ പിന്നാലെയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഈ വേഷങ്ങളൊക്കെ കെട്ടി ഒരുങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരുടെ തലയിൽ വെക്കണതൊക്കെ അവിടെ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവരുടെ ദേഹത്ത് വെച്ച് കെട്ടണതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഞാനിത് കളിക്കണതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ അവരുടെ ദേഹത്ത് അണിയിച്ചൊരുക്കണതൊക്കെ കാണുന്നത് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, കളിക്കുന്നത് കാണുന്ന പോലെയല്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ദേഹത്തൊക്കെ ഇട്ടിട്ട് കളിക്കാനും. പിന്നെ ആ തലയിൽ വെക്കുന്ന സാധനമൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിന് അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരത് കളിക്കാൻ തുടങ്ങി. അവരാദ്യം അതിൻ്റേതായ സ്റ്റെപ്പുകളൊക്കെ കളിച്ചിട്ട് തറവാട്ടിലെ മുതിർന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങാണ് ആദ്യം ചെയ്യണേ. വള്ളുവനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കലാരൂപങ്ങളാണ് കേട്ടോ ഈ പൂതനും തിറയൊക്കെ. ഈ തിറയൊക്കെ വേറെ ഭാഗങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കൊക്കെ ഇതിൻ്റെ രൂപവും ഭാവമൊക്കെ വേറെ ആയിരിക്കും. മുഖംമൂടി വെച്ചിട്ടുള്ള ഈ കലാരൂപമാണ് ഇവിടങ്ങളിൽ പൂതൻ എന്നറിയപ്പെടുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ഒരു ജീവസ്പന്ദനം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർ ഈ നാട്ടിലെ പൂരമാകുമ്പോൾ അവരെല്ലാവരും തിരിച്ചു വരും കേട്ടോ. പിന്നെ പൂരം കൂടിയിട്ടാണ് എല്ലാവരും ജോലികൾക്കായിട്ട് മടങ്ങി പോവുക. കുട്ടി ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. കുട്ടു മാത്രമല്ല കേട്ടോ, ഞാനും ഇത്ര ഡീറ്റെയിൽഡായിട്ടൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ലയിച്ച് പോട്ടാ. ഉടുക്കിൻ്റെ ഒരു പ്രത്യേക താളത്തിലുള്ള കുട്ടിനൊപ്പമാണ് കേട്ടോ അവർ ചോട് വയ്ക്കണേ. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവരുടെ അരയിലുള്ള അരമണി കിളിങ്ങണ ശബ്ദമാണ് പിന്നുള്ളത്. അവരുടെ കളി അങ്ങനെ മുറുകി വന്നപ്പോഴത്തേക്കും അടുത്ത കലാരൂപം രംഗപ്രവേശനം ചെയ്തു കേട്ടോ. അതിൻ്റെ പേര് തിറ എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുന്നത്. ഇത് തീർത്തും വേറൊരു രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അതിന് നല്ല ചടുലായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതിന്. അതുപോലെ തന്നെ അതിൻ്റെ കൊട്ടും വ്യത്യസ്തമാണ് കേട്ടോ. ഇത് തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിലായിട്ടോ. അങ്ങനെ പൂതനും തറയും കളിച്ച് തറവാട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയായി കേട്ടോ. അപ്പം ഞങ്ങളത് നോക്കി നിന്നു കേട്ടോ. ഇവിടെ നിന്ന് ധാരാളം വഴിയുണ്ട്, അതായത് ഒരു 3 കിലോമീറ്ററോളമൊക്കെ ഉണ്ട് അമ്പലത്തിലേക്ക് എന്നാണ് പറയണത്. അത്രയും വഴി അവർ നടന്നും കളിച്ചിട്ടൊക്കെ പോകും കേട്ടോ. അമ്പലപ്പറമ്പിലേക്ക് ആദ്യം കളിച്ച് കയറേണ്ടത് ഇവരാണെന്നാണ് കേട്ടോ ഐതിഹ്യം. അതുകൊണ്ട് ഇവരാണ് ആദ്യം ഇറങ്ങുക. അതിനുശേഷം ബാക്കിയുള്ള കാളയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടാ. ഈ ഒരു താളം കേൾക്കുമ്പോൾ നമുക്കും കൂടെ ഡാൻസ് കളിക്കാനായിട്ട് തോന്നൂട്ടാ.
അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഈ വേലയ്ക്ക് ആനകളില്ല, കാളകൾ മാത്രമേ ഉള്ളൂ, കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കാളകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ വലിയ കാളേനെയൊക്കെ ആളുകൾ വലിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോണത്. വലിച്ചാലും നീങ്ങണില്ല, അവർ കുറേ ആളുകൾ കൂടിയിട്ട് വലിച്ചിട്ടാണ് കൊണ്ടുപോണേ. പിന്നെ ചില കാളകളേനെയൊക്കെ ട്രാക്ടർ വെച്ച് വലിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോണത്. പിന്നെ കാളകളുടെ വരവ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് ഇവരൊക്കെയാണ് കേട്ടോ, ഗൊറില്ലയും കരടിയൊക്കെ. പിന്നെ ഒരു അമ്മാമ്മയും അച്ചാച്ചനും ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കാണാനായിട്ട്. ഇവരെങ്ങനെയാണ് അതുപോലെ ഇതിനകത്ത് ഇരിക്കണത്, എന്ത് ചൂടാ. പിന്നെ ഇവരുടെ വയറും ഒരു ലോക്കറ്റ് പോലെ ഒരു സാധനം കാണാനില്ലേ, അതാണ് കേട്ടോ, അതുകൂടെയാണ് കേട്ടോ അവർക്ക് കണ്ണ് കാണാനുള്ളത്. പിന്നെ ഈ സംഭവം വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല ഹരം കയറി കേട്ടോ. എല്ലാവരും തുള്ളാനും കളിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും നല്ല രസത്തിൽ തുള്ളി കളിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടൂൻ്റെ മോൻ മാത്രം ഇരിക്കുന്നത് കണ്ട, എന്തോ അവനെന്തോ പേടിയായിട്ടാണെന്ന് തോന്നുന്നത് കരടീനെ കണ്ടപ്പോൾ. ഞാൻ പിന്നെ കൈയൊക്കെ എടുത്ത് ഉയർത്തി കാണിച്ചാലും അവനൊരു സുഖമല്ലേ അവൻ്റെ ഡാൻസിന്. അപ്പോൾ നമ്മുടെ ശാലിമ്പയും കൂടിയിട്ട് പിന്നെ കളിച്ച് അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിലെ പൂരമാകുമ്പോൾ എന്ത് രസാലേ, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തുള്ളി കളിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവർ ഈ പൂരം കൂടാനായിട്ട് ലീവ് എടുത്ത് ഓടി വന്നവരാണ് കേട്ടോ. ചെറുപ്പം മുതലേ പൂരം കൂടി എൻജോയ് ചെയ്യുന്നവർക്ക് പൂരം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കെന്താ അടുത്ത കാള വന്നു. ഇത് ചെറിയ കാളയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോണ വഴിയിൽ നിന്നിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അമ്പലപ്പറമ്പിലേക്കൊന്നും പോയില്ല, നല്ല വെയിലല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോൾ അച്ചാച്ചനൊരാഗ്രഹം പൂരപ്പറമ്പിലെ പൂരം കാണണം എന്നുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ പോകാനായി ഒരുങ്ങി ഓട്ടോറിക്ഷ വിളിച്ചു. പക്ഷേ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളണ ആളുകളൊന്നല്ല ഉണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും വരട്ടെ, നമുക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മടിയിലൊക്കെ ഇരുന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി കേട്ടോ. പക്ഷേ കയറി പോയി പകുതി എത്തിയപ്പോഴാണ് പണി കിട്ടിയത്. നിറച്ചും ബ്ലോക്കായിരുന്നു. പിന്നെ കുറേ സമയം കൊണ്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായതുകൊണ്ട് കാളകളേനെയൊക്കെ മൂടിയിട്ടേക്കാണ്. അതിൻ്റെ ഒന്നും ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ടോ, ആ നീല കളറിലൊക്കെ മൂടിയിട്ടേക്കണത് കാളകളാണ്. പിന്നെ ഞങ്ങളവിടെ മഴ കൊള്ളാതെ കുറച്ച് നേരമൊക്കെ ഒതുങ്ങി നിന്നു. ആറ്റുനൂറ്റൊരു പൂരത്തിന് വന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട അവസ്ഥയായിട്ടോ, ഒക്കെ മൂടിയിട്ടിട്ടാണ് കാണാൻ പറ്റിയത്. അത് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇതാ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനത്തെ, ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ കലാരൂപങ്ങൾ കുറേ പോയിട്ട് അതുവഴി. പിന്നെ അപ്പോൾ കുട്ടി പറഞ്ഞു അത് പൂമ്പാറ്റകളാണെന്ന് കേട്ടോ. ഇതാണ് പിന്നെ അമ്പലത്തിൻ്റെ നട. ഞങ്ങളവിടെ പോയി തൊഴുതു. പിന്നെ അങ്ങനെ വെടിക്കെട്ടും കണ്ടു കേട്ടോ. അപ്പോഴത്തേക്ക് ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കുട്ടു. പിന്നെ വലിയേട്ടനുണ്ടല്ലോ, കുട്ടു എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. മഴയത്ത് തണുപ്പത്ത് നല്ല തണുപ്പുള്ള ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ. ഞങ്ങളെല്ലാം കോൺ ഐസാട്ടോ വാങ്ങിച്ചത്. അതിങ്ങനെ പൂരപ്പുറമ്പിൽ അങ്ങനെ കഴിച്ച് നടക്കാൻ നല്ല രസമാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ കുട്ടു ഈ സംഭവങ്ങൾ കണ്ടുട്ടാ, കളിപ്പാട്ടക്കട. അപ്പോൾ അവൻ വലിയമ്മേനെ കൊണ്ട് കാറ് വാങ്ങിപ്പിച്ചു. അപ്പോഴേക്കും മഴ മാറിയപ്പോൾ കാളേനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയിട്ടോ. അപ്പോഴേക്കും അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ.